ബിജി വിഷ്ണു ഇവിടിപ്പോൾ കേരളത്തെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും തരൂർ പ്രശംസിച്ചിരുന്നു. അതിനുശേഷം കേരളത്തോട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടതിൽ കുറച്ച് ഡിഫൻസ് അദ്ദേഹം വെക്കുന്നുണ്ട്. ഞാനൊരു ഭാരതീയൻ എന്ന നിലയിൽ സംസാരിക്കുന്നു, നാഷണൽ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. ഇനി ഫോറിൻ സെക്രട്ടറി ഒക്കെ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്താണ് നോക്കാം. അദ്ദേഹം വിലങ്ങ് വെച്ച് ഇന്ത്യക്കാരെ കൊണ്ടുവന്നതിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് എന്നൊക്കെ അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്നതാണ് നമ്മൾ അവസാനം കേട്ടത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിലപാടിൽ കുറച്ച് അയവ് വന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. നിങ്ങൾ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ പറഞ്ഞ നിലപാട് അംഗീകരിക്കുമ്പോൾ തന്നെ ഇവിടെ കേരളത്തെ കുറിച്ച് പറഞ്ഞതും അംഗീകരിക്കുകയാണോ? ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എടുക്കുന്ന വിദേശ തീരുമാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായ നാൾ മുതൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കം ശശി തരൂരിന് മാത്രമല്ല ഈ രാജ്യത്തെ മറ്റേത് പൗരന്മാർക്കും ഇല്ല എന്നുള്ള കാര്യം നിസ്സംശയം വ്യക്തമാണ്. കാരണം അദ്ദേഹം വളരെ വ്യക്തമായി ഈ കൂടിയാലോചനകൾ നടത്തിയാണ് എല്ലാ രാജ്യങ്ങളുമായി, അത് കേവലം അമേരിക്കയുമായി മാത്രമല്ല, ഒരേ സമയം അമേരിക്കയുമായും റഷ്യയുമായും ഒക്കെ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരികൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്ര വൈദഗ്ധ്യത്തോടെ നയതന്ത്രത്തോടെയാണ് അദ്ദേഹം നമ്മുടെ വിദേശകാര്യ നയം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ആകെ ഇവിടെ വ്യത്യാസമുള്ള ചില കമ്മി സുഡാപ്പികൾക്ക് മാത്രമാണ്. അപ്പോൾ അവരെയൊന്നും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ കോൺഗ്രസിനെ പോലുള്ള രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് രാജ്യത്തിന് പുറത്തു പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് മാത്രമേ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കി അല്ലാതെ വിദേശകാര്യ വിദഗ്ധന്മാർക്കോ അന്താരാഷ്ട്ര രാഷ്ട്രീയങ്ങൾ മനസ്സിലാക്കുന്നവർക്കോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ കാര്യം വസ്തുതകൾ നിരത്തിയാണ് പറയുന്നതെങ്കിൽ പോലും പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി നടത്തിയ സന്ദർശനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, ഈ മോശം പ്രവണത, ഈ മോശം സമീപനത്തെ കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം എന്ന അസംഷനിൽ നിന്നുകൊണ്ടാണ് മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതിന് വസ്തുതകളില്ല, നമ്മൾ പുറത്തൊന്നും കേട്ടിട്ടില്ല, ഒരു പരാമർശം പോലും ആ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ രാജ്യത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യം കൃത്യമായി കേന്ദ്ര സർക്കാർ പറയുന്നു. അത് ശശി തരൂർ മാത്രമല്ലല്ലോ, വിദേശകാര്യ വിദഗ്ധന്മാരായ ടി.പി. ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. കേരളത്തിന്റെ കാര്യം എന്താണ്? കേരളത്തിലെ വ്യവസായങ്ങൾക്ക് കേരളം ഒരു ശവപ്പറമ്പ് തന്നെയാണ്. അക്കാര്യത്തിൽ എവിടെയാണ് എതിരഭിപ്രായമുള്ളത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായിക്ക് സമാധാനത്തോടുകൂടി കേരളത്തിൽ വ്യവസായം നടത്താൻ കഴിയില്ല. ഇടതുപക്ഷക്കാർക്കല്ലാതെ മറ്റൊരാൾക്ക് പോലും കേരളത്തിൽ വ്യവസായങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ ദിവസം മുതൽ, ഞാൻ ഇനി ഓരോ കാര്യങ്ങളായി എണ്ണി സമയം കളയാനില്ല. പക്ഷേ അതിലെന്താണ് ഇപ്പോൾ ശശി തരൂരിന്റെ നിലപാടിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്? ശശി തരൂർ ഇപ്പോൾ 4ാമത്തെ തവണയാണ് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 10 തവണ കോൺഗ്രസ് അധികാരത്തിലിരുന്ന വർഷം അദ്ദേഹം മന്ത്രിയായിരുന്ന ശശി തരൂർ ഇപ്പോൾ കേവലം ഒരു MP മാത്രമായി ഡൽഹിയിൽ ഒതുങ്ങിക്കൂടുകയാണ്. കോൺഗ്രസിന് തന്നെ വളരെ കുറെ കാലങ്ങളായി ശശി തരൂർ ഒരു വലിയ ബാധ്യതയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിന്റെ അമ്മയും പെങ്ങളും സുഭദ്രയും മാത്രമുള്ള ആ കമ്മിറ്റിയിലേക്കൊക്കെ ശശി തരൂർ മത്സരിക്കപ്പെട്ട നാൾ മുതൽ അദ്ദേഹം കോൺഗ്രസിൽ ഒരു ഒതുക്കപ്പെട്ട മുഖം തന്നെയാണെന്നുള്ള കാര്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്യമായി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരു കോൺഗ്രസ് നേതാവായി ശശി തരൂർ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ CPM-നെ പുകഴ്ത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് കേരളത്തിൽ ശശി തരൂർ തുടക്കം കുറിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ നോക്കി പറഞ്ഞതുപോലെ ആയിരിക്കുമോ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ചും തരൂർ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ. അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും ശശി തരൂരിനെ വിമർശിക്കുന്ന ഇടതുപക്ഷത്തിന് കേരളത്തിൽ MV ഗോവിന്ദൻ മാഷടക്കം ഇന്ന് ശശി തരൂർ ഒരു പുണ്യാത്മാവായി മാറിയിരിക്കുകയാണ്, ഒരു വിശുദ്ധനായി മാറിയിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട്. ആ വിശുദ്ധന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ CPM ആഗ്രഹിക്കുന്ന, ഈ ചിലപ്പോഴൊക്കെ CPM ആഗ്രഹിക്കും ഈ വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒന്നിരുന്നോട്ടെ എന്നായിരിക്കും. അത് അവരുടെ രാഷ്ട്രീയം ഒന്നും അവർക്ക്
വിഷ്ണു, ഞങ്ങൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള വിശ്വപൗരൻ നിങ്ങളുടെ കൂടെ മരുന്നായിക്കൂടെ? ഞങ്ങൾക്ക് ലോകമറിയുന്ന ശശി തരൂരിന്റെ അറിവിനെയോ വിദ്യാഭ്യാസത്തെയോ ഒന്നും ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. അദ്ദേഹത്തോടുള്ള പൂർണ്ണമായ അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയുള്ള ബഹുമാനം പുരസ്കാരം നിർത്തിക്കൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ വിദേശകാര്യങ്ങൾ നിശ്ചയിക്കുവാനും നിലപാടെടുക്കുവാനൊക്കെ പ്രാപ്തരായ ഒത്തിരി ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് മൂന്നാം തവണയും വിജയിക്കുവാനും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഒരു കാലഘട്ടം മുഴുവൻ വിദേശ നയങ്ങളിൽ റഷ്യൻ ചേരിയിൽ നിന്ന് നമ്മുടെ രാജ്യം ഇന്ന് റഷ്യയോട് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, അത് അറബ് രാജ്യങ്ങളോടായാലും യൂറോപ്യൻ രാജ്യങ്ങളോടായാലും അമേരിക്കയുടെ അടക്കം ഒരുപോലുള്ള പിന്തുണകൾ നൽകിക്കൊണ്ട് ലോകത്തിലെ ഒരു വലിയ ശക്തിയായി മാറിയത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലമാണ്. ഒരു റോളുമില്ലാതെ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഞങ്ങളുടെ വിദേശ നയം രൂപീകരിച്ചത്.